എനിക്ക് ഭയങ്കര സന്തോഷമായി റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ നമ്മുടെ പിള്ളേരെ മൊത്തം അതിനകത്തുണ്ട്. ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു ജോലിയാണ്. ഡ്രീം കം ട്രൂ മൊമെന്റ് എന്നൊക്കെ പറയും. BSc MSc വിമൻസ് കോളേജിൽ പഠിച്ചു കഴിഞ്ഞിട്ട് അതിനുശേഷമാണ് പിന്നെ PSCയിലോട്ട് മൂവ് ചെയ്യാമെന്ന് തീരുമാനിച്ചത്. ഒരു ജോലി നമുക്ക് അത്യാവശ്യമാണ്. അപ്പം അങ്ങനെയാണ് PSCയിലോട്ട് വന്നത്. 2022 ഞാൻ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഏറ്റവും കൂടുതൽ നന്ദി പറയുന്ന എൻ്റെ പാരൻസിനോടും ഹസ്ബൻഡിന്റെ വീട്ടുകാർ. അവർ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കുട്ടിക്ക് 5 മാസമായപ്പോഴാണ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം റീഗെയിൻ എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ടായിരുന്നു. അപ്പം അത് യൂസ് ചെയ്തിട്ട് കൺട്രോൾ ചെയ്തു. അതായത് റീൽസ് ഒന്നും നമുക്ക് അതിൽ കാണാൻ പറ്റൂല. രണ്ടാമത്തെ റീൽ എത്തുമ്പോൾ തന്നെ സ്റ്റോപ്പ് ആവും. കുട്ടിയെ താഴെ ഇരുത്തിയിട്ട് കുട്ടി ഒരുപാട് സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് മുകളിൽ വന്നിട്ട് ഞാൻ പഠിക്കാണ്ട് ഈ ഫോൺ നോക്കുന്നത് കൊണ്ട് യാതൊരു ഉപയോഗമില്ല എന്ന് മനസ്സിലായി. സിലബസ് കവറിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവർ എക്സാം ഡേറ്റ് വരുമ്പോൾ തന്നെ സിലബസ് പ്രിന്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ആ സിലബസ് തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഫോളോ ചെയ്താൽ മതി. നമുക്ക് തന്നെ കോൺഫിഡൻസ്, ഞാൻ ഇത്രയും പഠിച്ചു, ഇനി ഇത്തിരി കൂടെയല്ലേ ഉള്ളൂ, ഇതും കൂടെ അങ്ങ് നോക്കാം. പഠിക്കുന്ന സമയം മാക്സിമം പഠിക്കുക. നന്നായിട്ട് പഠിക്കുക. മക്കളെ എല്ലാവർക്കും നമസ്കാരം, വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ സ്റ്റുഡന്റായ സിഗ്നയാണ്. ഇപ്പോഴത്തെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിലെ 54ാമത്തെ റാങ്ക് ആണ്. സിഗ്ന, വെൽക്കം. ഒരുപാട് സന്തോഷം, ഒത്തിരി സന്തോഷം റാങ്ക് ലിസ്റ്റ് വന്നപ്പോ. അപ്പോ റാങ്ക് ലിസ്റ്റിൽ ഈ പേര് വന്നപ്പോ എന്ത് തോന്നി? ഒരുപാട് സന്തോഷം തോന്നി. ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു ജോലിയാണ്. ഡ്രീം കം ട്രൂ മൊമെന്റ് എന്നൊക്കെ പറയും. അങ്ങനെ എത്തിയൊക്കെ. എടാ സിഗ്ന ഒന്ന് ഇൻട്രോഡ്യൂസ് ചെയ്യുക. പ്രത്യേകിച്ച് ഒരു ജോലി ഉണ്ടായിരുന്ന ഒരാളാണ്. എന്തായിരുന്നു സിഗ്ന? ഞാൻ BSc MSc വിമൻസ് കോളേജിൽ പഠിച്ചു കഴിഞ്ഞിട്ട് അതിനുശേഷമാണ് പിന്നെ PSCയിലോട്ട് മൂവ് ചെയ്യാമെന്ന് തീരുമാനിച്ചത്. ഒരു ജോലി നമുക്ക് അത്യാവശ്യമാണ്. അപ്പം അങ്ങനെയാണ് PSCയിലോട്ട് വന്നത്. 2022 ഞാൻ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. ആദ്യം ഒരു 2-3 മാസം ഓഫ്ലൈനായിട്ട് ക്ലാസ്സിന് പോയിട്ടുണ്ടായിരുന്നു. ശേഷം കംപ്ലീറ്റ് ആയിട്ട് ഓൺലൈനായിട്ട് ഇപ്പോൾ നമുക്ക് അവൈലബിൾ എല്ലാം ഓൺലൈൻ ആണല്ലോ. എല്ലാ ക്ലാസ്സസും കണ്ട് നോട്ട്സും ഒക്കെ നോക്കി പ്രിപ്പയർ ചെയ്യായിരുന്നു. പിന്നെ പഠിക്കുന്ന സമയത്ത് നോട്ട് എഴുതുകയായിരുന്നോ അതോ അല്ലാതെ നമ്മൾ റാങ്ക് ഫയലോ അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ് നോട്ട്സോ അങ്ങനെയൊക്കെ ആയിരുന്നു ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്? റാങ്ക് ഫയലുണ്ട്. ഒരു റാങ്ക് ഫയൽ കംപ്ലീറ്റ് ആയിട്ട് ആദ്യം മുതലേ ഇപ്പം അന്ന് സ്റ്റാർട്ട് ചെയ്ത് മുതൽ ഇന്ന് വരെ ഞാൻ ഒരേ റാങ്ക് ഫയൽ തന്നെ ഫോളോ ചെയ്ത് വരായിരുന്നു. അപ്പം അതിൽ ഞാൻ വരച്ച ഓരോ മാർക്കിങ്ങും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ അത് അവിടെ ഏത് പേജ് എന്ന് വരെ ചിന്തിക്കാൻ പറ്റുന്ന. കാരണം ഒരേ റാങ്ക് ഫയൽ പഠിക്കുമ്പോൾ നമ്മൾ അത്രയും തവണ അത് റിവൈസ് ചെയ്യുകയാണ്. പിന്നെ സ്വന്തമായിട്ട് നോട്ട്സ് ഉണ്ടായിരുന്നു. ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ കാണുമ്പോഴത്തേക്കും കൂടുതൽ സ്വന്തമായിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യും. അതും അതുപോലെ തന്നെയാണ്. നമ്മൾ എഴുതിയ നമ്മുടെ കൈയക്ഷരം ആകുമ്പോഴത്തേക്കും നമുക്ക് ഓർത്തെടുക്കാൻ ഭയങ്കര എളുപ്പമാണ്. അങ്ങനെ അപ്പൊ എങ്ങനെ നമുക്ക് ജോലിയുടെ ഇടയിൽ ജോലി എന്തായിരുന്നു പറയാമോ? ജോലിയുടെ ഇടയിൽ എങ്ങനെ പഠിക്കാൻ പറ്റി, എങ്ങനെയൊക്കെയായിരുന്നു? ആദ്യം കിട്ടിയത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ആയിരുന്നു. ജോയിൻ ചെയ്തു. പിന്നെ ആ സമയത്ത് കുഞ്ഞുണ്ടായി. അങ്ങനെ പിന്നെ മെറ്റേണിറ്റി ലീവും കഴിഞ്ഞിട്ട് അതിനുശേഷമാണ് സെക്രട്ടേറിയറ്റിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പൊ ഞാൻ പിന്നെ ലീവ് എക്സ്റ്റെൻഡ് ചെയ്തു, LWA എടുത്തു. ശേഷമാണ് ഒരു 1 year കംപ്ലീറ്റ് ആയിട്ട് സെക്രട്ടേറിയറ്റിന്റെ പുറകെ. അതുകൊണ്ട് ഇത് ലഭിക്കണം എന്നുള്ളത് എന്റെ ഏറ്റവും വലിയ വാശി കൂടെ ആയിരുന്നു. ഒരു ദിവസം എത്ര മണിക്കൂർ വെച്ച് പഠിക്കുക? അങ്ങനെ കൃത്യമായിട്ടുള്ള ടൈമിംഗ് ഇല്ല. ഇതുവരെയുള്ള എക്സാം പ്രിപ്പറേഷനിലില്ല. പക്ഷെ സെക്രട്ടേറിയറ്റ് ആയപ്പം അത് ഞാൻ പറഞ്ഞതുപോലെ ഡ്രീം ജോബ് ആയതുകൊണ്ട് തന്നെ ഓരോ ദിവസം എന്തെങ്കിലും വെറുതെ വിടൂല, എന്തെങ്കിലുമൊക്കെ നോക്കി പോകാറുണ്ടായിരുന്നു. കൃത്യ ടൈമൊന്നുമില്ല. രാത്രിയാണ് കൂടുതൽ ഇരിക്കുന്നത്. രാവിലെ നേരത്തെ എണീക്കല്. ഓരോരുത്തർക്ക് അവരവരുടെ കംഫർട്ട് ടൈം ഏതാണ് ആ ടൈമിൽ പഠിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ കുഞ്ഞുള്ള ഒരാളാണ്. അപ്പോ ഒരുപാട് പേര് പറയുന്നത് ഇങ്ങനെയാണ്, കുഞ്ഞുണ്ട് സോ പഠിക്കാൻ പറ്റുന്നില്ല. അപ്പൊ എങ്ങനെയായിരുന്നു? അത് ഒരുപാട് പേര് അങ്ങനെ പറയാറുണ്ട്. പക്ഷെ എൻ്റെ കേസിൽ ഞാൻ ഏറ്റവും കൂടുതൽ നന്ദി പറയുന്ന എൻ്റെ പാരൻസിനോടും ഹസ്ബൻഡിന്റെ വീട്ടുകാർ. അവർ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം കുഞ്ഞുണ്ട്, പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. കുട്ടിക്ക് 5 മാസമായപ്പോഴാണ് ഇത് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ആളെ താഴെയാക്കിയിട്ട് വീട്ടുകാരെങ്കിലും നോക്കും. ആ ടൈമിൽ മുകളിലിരുന്ന് പഠിക്കും. താഴോട്ട് വരുമ്പോൾ ബുക്കൊന്നും എടുക്കൂല. കംപ്ലീറ്റ്ലി ആ കിട്ടുന്ന ടൈം കംപ്ലീറ്റ്ലി കുട്ടിക്ക് വേണ്ടി മാറ്റിവെക്കും. മുകളിലോട്ട് പഠിക്കാൻ പോകുമ്പോൾ ഉള്ളത് പഠിത്തം മാത്രം. അവിടെ പിന്നെ വേറെ ഒരു പ്രിപ്പറേഷൻ മാത്രം.
പിന്നെ അതിനൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഡിസ്ട്രാക്ഷൻസ് വരാറുണ്ടോ? അതായത് ഇപ്പം നമ്മുടെ കുട്ടികൾ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറഞ്ഞാൽ അവർക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇവൻ കുറച്ചു നേരം പഠിക്കുന്നു, പിന്നെ അത് കഴിഞ്ഞടുത്ത് ഫോൺ എടുക്കുന്നു, ബാക്കി എന്തെങ്കിലും ഒരു ഇൻസ്റ്റാ, സോഷ്യൽ മീഡിയ അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു ഡിസ്ട്രാക്ഷൻ ഒക്കെ വന്നിട്ടുണ്ടോ? ഒരുപാടുണ്ട് ഡിസ്ട്രാക്ഷൻസ്. ആദ്യം തുടങ്ങുന്ന ഒരു മാസത്തോളം ഫുൾ ഡിസ്ട്രാക്ഷൻസ് ആണ്. ബുക്കിൽ ഓരോ പേപ്പർ മറിക്കുമ്പോഴും അത് നോക്കാം, ഫോണിൽ ഇത് നോക്കാം എന്ന് പറഞ്ഞ് ബുക്കിൽ പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട് എങ്ങോട്ടെങ്കിലും ആയിരിക്കും നോക്കുന്നത്. പക്ഷെ നോക്കി ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ കയറി അങ്ങ് ഒരുപാട് ടൈം അങ്ങനെ കളയാറുണ്ടായിരുന്നു. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി ഞാൻ പഠിക്കുന്ന ടൈം വളരെ കുറവാണ്. ഇരിക്കുന്നുണ്ട്, 2-3 മണിക്കൂർ ഇരിക്കും, പക്ഷെ അതിൽ പഠിക്കുന്നത് ചിലപ്പോൾ 1 മണിക്കൂറൊക്കെ ആയിരിക്കും. അപ്പം പിന്നെ റീഗെയിൻ എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ടായിരുന്നു. അപ്പം അത് യൂസ് ചെയ്തിട്ട് കൺട്രോൾ ചെയ്ത്, അതായത് റീൽസ് ഒന്നും നമുക്ക് അതിൽ കാണാൻ പറ്റൂല, 2ാമത്തെ റീൽ എത്തുമ്പോൾ തന്നെ സ്റ്റോപ്പ് ആവും. അപ്പൊ അങ്ങനെ ആപ്സ് യൂസ് ചെയ്ത് പിന്നെ ഡിജിറ്റൽ വെൽബീയിങ് ഒക്കെ നോക്കിയിട്ട് ഞാൻ എത്ര ടൈമാണ് യൂട്യൂബ് യൂസ് ചെയ്തത്. അപ്പം അത് വെച്ച് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും ഞാൻ പഠിക്കുകയാണോ അതോ. കാരണം കുട്ടിയെ താഴെ ഇരുത്തിയിട്ട് കുട്ടി ഒരുപാട് സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്, എന്നിട്ട് മുകളിൽ വന്നിട്ട് ഞാൻ പഠിക്കാണ്ട് ഈ ഫോൺ നോക്കുന്നത് കൊണ്ട് യാതൊരു ഉപയോഗമില്ല എന്ന് മനസ്സിലായി. മക്കളെ, ഇത് എല്ലാവർക്കും ഉള്ളൊരു പാഠമാണ്. അതായത് ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് പേര് പഠിക്കുന്നുണ്ട്, 5 മണിക്കൂർ പഠിക്കുന്നുണ്ട്, 6 മണിക്കൂർ പഠിക്കുന്നുണ്ട്. പക്ഷെ അവിടെ നമ്മൾ എൻഷുറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ഇതാണ്: ആ 6 മണിക്കൂറിൽ നമ്മൾ യഥാർത്ഥത്തിൽ എത്ര സമയം പഠിക്കുന്നുണ്ട്? അത് നിങ്ങൾ മസ്റ്റ് ആയിട്ടും ഒന്ന് എൻഷുർ ചെയ്തേ പോകാം. അതായത് വൈകുന്നേരം ഒന്ന് ഓഡിറ്റ് ചെയ്യുക, നിങ്ങളൊന്ന് ഓഡിറ്റ് ചെയ്യുക. ഒരു ദിവസം എത്രത്തോളം എഫക്റ്റീവായി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റി, എത്ര ടോപ്പിക്കാണ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തത്. അതിന് നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഒരു ആൻസർ കൊടുക്കാൻ പറ്റണം. ഓക്കെ. പിന്നെ അടുത്ത് നോക്കുകയാണെങ്കിൽ വീട്ടുകാരുടെ സപ്പോർട്ട് എങ്ങനെ ഉണ്ടായിരുന്നു പഠിച്ച സമയത്ത്? ഫുൾ സപ്പോർട്ടായിരുന്നു. പഠിത്തം അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയായിരുന്നു. അപ്പം ബുക്സ്, ഹസ്ബൻഡ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് ആണ്. യങ് ഏജിൽ തന്നെ ആൾക്കും ജോലി കിട്ടി. അപ്പം എന്നെ ഇതുപോലെ ഒരു നല്ലൊരു പോസ്റ്റിൽ, ഡിഗ്രി ലെവൽ പോസ്റ്റിൽ എത്തിക്കണമെന്നുള്ളത് ആളുടെയും ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. സെക്രട്ടറിയേറ്റ് ആൾക്ക് എന്തോ ചെറിയ മാർക്കിലാണ് സെക്രട്ടറി നഷ്ടപ്പെട്ടത്. അപ്പം ഈ ജോലി തന്നെ വേണം, ഇതെങ്ങനെയെങ്കിലും നേടണമെന്നുള്ളത് ഫുൾ സപ്പോർട്ട്. അതുകൊണ്ട് ലീവ് എടുക്കുന്നതെല്ലാം എല്ലാം എന്റെ ഇഷ്ടത്തിന് വിട്ട്. ലീവ് എടുത്തോ, പക്ഷെ പഠിച്ചാൽ മതി, പഠിച്ച് ഒരു നല്ലൊരു റാങ്കിൽ എത്തണമെന്നുള്ളത്. ആളുടെ റാങ്ക് ബ്രേക്ക് ചെയ്യണമെന്നായിരുന്നു, 47 ആയിരുന്നു. അപ്പൊ അത് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷെ എത്തിയില്ല, കുറച്ച് കുഴപ്പമില്ല. എന്തായാലും നമുക്ക് ഉടനെ തന്നെ നമുക്ക് സർവീസിൽ കയറാൻ പറ്റും. പിന്നെ അടുത്ത് മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. നമ്മളിപ്പോ പ്രിപ്പയർ ചെയ്യുമ്പോൾ പല കുട്ടികൾക്ക് സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്കാണ്, അതായത് അവര് ബ്രേക്ക് വരെയാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഞാനിപ്പോൾ തിങ്കൾ മുതൽ വെള്ളി വരെ ഞാൻ പഠിക്കുന്നു. ചിലപ്പോൾ വെള്ളിയാഴ്ച എൻ്റെ ഫാമിലിയിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ കാണാം, അല്ലെങ്കിൽ തിങ്കളാഴ്ച ഒരു ഫംഗ്ഷൻ കാണാം. ഓക്കെ, ഞാൻ ആ ഫംഗ്ഷന് പോകുന്നു. അപ്പം ഞാൻ വിചാരിക്കും ഇന്നെന്തായാലും ഇന്നത്തെ ദിവസം പോയി, ഇനി നമുക്ക് എന്തായാലും നാളെ ചൊവ്വ പിന്നെ ബുധനാഴ്ച വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ നല്ല ദിവസമാണ്. അങ്ങനെയൊക്കെ എപ്പോഴെങ്കിലും അങ്ങനെ നീട്ടി പോകുന്ന ഒരു സന്ദർഭം വന്നിട്ടുണ്ടോ? അതോ പഠിത്തത്തിന്റെ ഇടയിൽ എനിക്ക് ഒരുപാട് ബ്രേക്ക് വന്നിട്ടുണ്ട്. ഇപ്പം കുട്ടിയായപ്പോഴെല്ലാം കംപ്ലീറ്റ്ലി ബ്രേക്കായി. പക്ഷേ അവിടെ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു 5 ദിവസം ബ്രേക്ക് വരുമ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി സീറോ ആവുകയാണ്. ഇത്രയും നാളും പഠിച്ചത് നമുക്ക് നഷ്ടപ്പെടും. അപ്പം ഈ സെക്രട്ടേറിയറ്റ് സ്റ്റാർട്ട് ചെയ്തപ്പം ഞാൻ ആദ്യമേ ഒരിത് ഉറപ്പിച്ചു, ഫംഗ്ഷനുകൾക്കൊന്നും പോകില്ല. ഒരുപാട് അടുത്ത ആൾക്കാരുടെ ഫംഗ്ഷൻസ്, ഫ്രണ്ട്സിന്റെ ഒക്കെ ഒരുപാട് കല്യാണം ഫംഗ്ഷൻസ് വന്നു, പക്ഷെ പോയില്ല. കാരണം കുട്ടിയുണ്ട്. അപ്പൊ കുട്ടിയും കൊണ്ട് പോകുമ്പോൾ എങ്ങാനും പനിയോ എന്തെങ്കിലും വരികയാണെങ്കിൽ പിന്നെ എൻ്റെ ഒരുപാട് ദിവസം അതുവഴി നഷ്ടപ്പെടാം. അതുകൊണ്ട് അങ്ങനെയുള്ള ഫംഗ്ഷൻസ് എല്ലാം നമ്മളൊരു ലക്ഷ്യം വെച്ചിരിക്കുകയാണെങ്കിൽ ഇതുപോലുള്ള ഫംഗ്ഷൻസ് എല്ലാം ഒഴിവാക്കി മാക്സിമം എക്സാം കഴിഞ്ഞ തൊട്ടടുത്ത ദിവസം തന്നെ ട്രിപ്പും പോയി. കാരണം ഇത്രയും കാത്തിരിക്കുന്നു, അത് എങ്ങനെയെങ്കിലും കഴിയണം, കഴിഞ്ഞിട്ട് നമുക്ക് പോവാം. അതുവരെയുള്ള സമയം മാക്സിമം പഠിത്തത്തിനായിട്ട് തന്നെ മാറ്റി വെക്കാം. പിന്നെ പ്രിലിംസ് എത്ര മാർക്ക് ഉണ്ടായിരുന്നു? പ്രിലിംസ് കട്ട് ഓഫിനേക്കാൾ നല്ല കൂടുതൽ 70 എന്തോ ഉണ്ടായിരുന്നു. പിന്നെ മെയിൻസ് വന്നപ്പോ ഇപ്പം മെയിൻസ് 2 പേപ്പറും കൂടെ 155 മാർക്കുണ്ട്. പിന്നെ ഇന്റർവ്യൂവിന് 21 മാർക്കുണ്ട്. ഓക്കെ. അപ്പോൾ അടുത്ത് നമ്മളിപ്പോൾ കേട്ടോണ്ടിരിക്കുന്ന കുട്ടികളോട് എന്താ പറയാനുള്ളത്? ഇപ്പം സത്യത്തിൽ ഒരുപാട് പേരുടെ ആഗ്രഹമാണ് ഒരു സമയത്ത് സിംനെ പോലെ ആവണം, ഒരു ജോലിക്ക് കയറണം. അതിനുവേണ്ടി ഇത്രയും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ്. എനിക്കൊന്ന് സിംനെയും അതിലൂടെ തന്നെ ആ ഘട്ടങ്ങളിലൂടെ തന്നെയാണ് കയറി വന്നത്. അവരോട് എന്താ പറയാനുള്ളത്? പഠിക്കുന്ന സമയം മാക്സിമം പഠിത്തത്തിനായിട്ട് മാറ്റിവെക്കുക, അതിനിടയിൽ വേറെ ഒന്നും കൊണ്ടുവരാതിരിക്കുക. പിന്നെ സിലബസ് കവറിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യം തന്നെ ഇപ്പോൾ നമ്മൾ ഒരു എക്സാം ഡേറ്റ് വന്നു, അല്ലെങ്കിൽ ആ ഡേറ്റ് വരുമ്പോൾ തന്നെ സിലബസ് പ്രിന്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ആ സിലബസ് തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഫോളോ ചെയ്താൽ മതി. സിലബസും ഒരു എന്തെങ്കിലും ബുക്കും
കയ്യിൽ വെച്ചേക്കുക. കംപ്ലീറ്റ് ആയിട്ട് സിലബസിലെ ഓരോ ടോപ്പിക് തീരുമ്പോഴും ടിക്കിട്ട് പോവുക. അപ്പോഴത്തേക്കും നമുക്ക് പിന്നെ ആ പേപ്പർ എടുത്ത് നോക്കുമ്പോഴത്തേക്കും നമുക്ക് തന്നെ കോൺഫിഡൻസ്, ഞാൻ ഇത്രയും പഠിച്ചു, ഇനി ഇത്തിരി കൂടെയല്ലേ ഉള്ളൂ, ഇതും കൂടെ അങ്ങ് നോക്കാം. അല്ലെങ്കിൽ ആദ്യം ടിക്ക് ഇടുക, പിന്നെ കട്ട് ചെയ്ത് പോവുക. അപ്പൊ നമുക്ക് കാണുമ്പോൾ തന്നെ ഞാൻ ഇത് 2 വട്ടം നോക്കി. ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു. ഒരു 2-3 കളർ പെൻ യൂസ് ചെയ്തിട്ട് ഫസ്റ്റ് ഒരു കളർ, നെക്സ്റ്റ് ഒരു കളർ, അങ്ങനെ അങ്ങനെ. എൻ്റെ ആ എക്സാം കഴിഞ്ഞപ്പോഴത്തേക്ക് ആ സിലബസ്, ആ ഫസ്റ്റ് ഞാൻ എടുത്ത ആ പേപ്പർ അത്രയും വരച്ച് അത്രയും, കാരണം എല്ലാ എക്സാമിനും റിവിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എത്രത്തോളം നമ്മൾ റിവൈസ് ചെയ്യോ അത്രത്തോളം യൂസ്ഫുൾ ആണ്. അതായത് പല കുട്ടികൾക്കും സംഭവിക്കുന്ന ഒരു തെറ്റെന്ന് പറഞ്ഞാൽ അവർക്ക് പുതിയ ടോപ്പിക്ക് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ എന്ത് ചെയ്താലും ഒരു വീണ്ടും പഠിച്ച ടോപ്പിക്കുകൾ വീണ്ടും വായിക്കത്തില്ല. അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്താൽ എന്തെങ്കിലും റിസൾട്ട് കിട്ടുമോ അതിനകത്ത്? റിവിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മാക്സിമം റിവൈസ് ചെയ്യുക. ഓക്കെ. അതിനകത്ത് മക്കളെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് നമ്മളിപ്പോൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളൊരു ബ്രേക്ക് വന്നെന്ന് സങ്കല്പിച്ചോ. അതായത് 5 ദിവസം നമ്മൾ ബ്രേക്ക് എടുത്താൽ അല്ലെങ്കിൽ 6 ദിവസം ബ്രേക്ക് എടുത്താൽ പിന്നെ നമ്മൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കൊന്നും ഓർമ്മ കാണത്തില്ല. ഫ്രം ദ ഗ്രൗണ്ട് സീറോ നമ്മൾ വീണ്ടും ഒന്നേന്ന് തുടങ്ങേണ്ടി വരും. അത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. നമ്മൾ പഠിക്കുമ്പോൾ ഒരു എഫേർട്ട് കൊടുക്കുമ്പോൾ അങ്ങറ്റം വരെ നമ്മൾ എഫേർട്ട് കൊടുത്തുകൊണ്ടിരിക്കുക, ജോലി കിട്ടുന്നത് വരെ എഫേർട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. അല്ലാതെ എപ്പോഴെങ്കിലും നമ്മളൊരു ബ്രേക്ക് കൊടുത്താൽ പിന്നെ നമ്മളില്ല, എല്ലാം നമ്മൾ ഒന്നേന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ. പിന്നെ അടുത്ത ഒരു സംശയം കൂടെ ചോദിച്ചോട്ടെ, എന്തോ പറയാൻ വന്നു. ഇപ്പൊ ഒരു ഫംഗ്ഷൻ വന്ന് നമുക്ക് പോയാലേ പറ്റുള്ളൂ. അങ്ങനെയുള്ള ദിവസം ഫംഗ്ഷന് പോവാം, പക്ഷെ അന്നേ ദിവസം ഒന്നും പഠിക്കാതിരിക്കരുത്. എന്തെങ്കിലും കറണ്ട് അഫയേഴ്സോ പഠിത്തവുമായിട്ടുള്ള ചെറിയൊരു ടച്ചെങ്കിലും വെച്ചേക്കണം. അപ്പൊ പിന്നെ നമുക്ക് ആ ഒരു ബ്രേക്ക്, മറ്റത് ഒരു ദിവസം പഠിച്ചില്ല, അടുത്ത ദിവസം ഇന്നും കൂടെ കഴിയിട്ട് എന്നുള്ള ഒരു ഫീലിംഗ് വരും. അതില്ലാണ്ട് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ടോപ്പിക്ക് ജസ്റ്റ് ഒന്ന്, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന ഒന്ന് മറിച്ചെങ്കിലും നോക്കിയാൽ നമുക്ക് ആ ടച്ച് വിടൂല. ശരിയാണ്. നമ്മളിപ്പോ ഒരു ദിവസം ഒരു 5 മണിക്കൂർ പഠിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ X മണിക്കൂർ പഠിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും അതിന്റെ ഒരു മണിക്കൂറിന് നമ്മളൊന്ന് സ്പ്ലിറ്റ് ചെയ്യുന്നത്? അതായത് ഇത്ര മണിക്കൂർ പുതിയൊരു ടോപ്പിക്ക്, ഇത്ര മണിക്കൂർ നമുക്കൊരു റിവിഷൻ, ഇങ്ങനെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നോ? ഫിക്സ്ഡ് ആയിട്ട് അങ്ങനെയില്ല. എന്നാലും എക്സാം എടുക്കുമ്പോഴത്തേക്കും ടൈം ടേബിൾ ഉറപ്പായിട്ടും എല്ലാ എക്സാമിനും അങ്ങനെ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് വെക്കും. അതിൽ ഒരു ടോപ്പിക് പോലും ഞാൻ ഒഴിവാക്കിയിട്ടില്ല. എല്ലാ ടോപ്പിക്സും ഓരോ ദിവസവും ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് ഒരു സബ്ജക്റ്റ് അല്ല, മിക്സ് ചെയ്യും. അതിൽ മാത്സ് എല്ലാ ദിവസവും മാത്സിലെ പ്രോബ്ലംസും ചെയ്യും. പിന്നെ ഇംഗ്ലീഷിലെ കുറച്ച്, മലയാളത്തിലെ കുറച്ച്, അങ്ങനെ എന്തായാലും എക്സാമിന് ഒരാഴ്ച മുന്നേ ഈ കംപ്ലീറ്റ് ടോപ്പിക്കും കംപ്ലീറ്റ് ചെയ്യും. അതിന് അടുത്ത ഒരാഴ്ച ഇത് ഒന്നും കൂടെ റിവിഷൻ. അങ്ങനെ മാക്സിമം നമ്മൾ റിവൈസ് ചെയ്യണം. മനസ്സിലായി. അപ്പോൾ റിവിഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതിലെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പ്രീവിയസ് ക്വസ്റ്റ്യൻസും ബാക്കിയെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യും. നമുക്ക് ഇപ്പോഴത്തെ PSCയിൽ ഒരു ട്രെൻഡ് ഒന്നും പറയാൻ പറ്റൂല. ചിലപ്പം നല്ല ഈസി ക്വസ്റ്റ്യൻ ആയിരിക്കും, പ്രീവിയസ് ഒരുപാട് ചോദിക്കാറുണ്ട്. ചില എക്സാംസ് നോക്കുമ്പോൾ എല്ലാം പുതിയ ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഡിപ്പെൻഡ് ഞാൻ ചെയ്തിട്ടില്ല. എന്നാലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്ത് വെക്കാറുണ്ട്. മാത്സിനൊക്കെ അത് ഒരുപാട്, കാരണം വർക്ക്ഔട്ട് ചെയ്യാൻ നമുക്ക് പിന്നെ വേറെ വഴിയില്ല, ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യാനേ പറ്റുള്ളൂ. പിന്നെ മാത്സിന് ഇപ്പം SSC മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ കൂടുതലായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിന്നൊക്കെ ക്വസ്റ്റ്യൻസ് എടുക്കുകയാണെങ്കിൽ ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. ശരിയാണ്. അതായത് VFA യിൽ നിന്ന് സെക്രട്ടറി അസിസ്റ്റന്റിലേക്ക് ഇപ്പൊ മാറിയാണ്. ഒരു ജോലിക്ക് കയറിയപ്പോൾ എന്തായിരുന്നു അപ്പോൾ മനസ്സിന്റെ ഒരു അവസ്ഥ? എനിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നു, അതായത് എനിക്ക് ആ പോസ്റ്റിലേക്ക് എത്തണം, അതാണ് എന്റെ പാഷൻ, ഇത് എന്റെ വഴിയല്ല, അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ട്. എനിക്കൊരു ഡിഗ്രി ലെവൽ ജോബ് വേണമെന്നുള്ളത് പല ലിസ്റ്റിലും ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആഗ്രഹിച്ച ജോലിയിൽ എനിക്ക് ലഭിച്ചിട്ടില്ല. അപ്പം ആ പല ജോലികളും വേണ്ടാന്ന് വെച്ചിട്ടിരിക്കുകയാണ്. അതെന്റെ ലക്ഷ്യം വെച്ചായിരുന്നു പഠിക്കുകയായിരുന്നു. ഓക്കെ. അപ്പോ ഒരുപാട് സന്തോഷം, ഒത്തിരി സന്തോഷം. എനിക്ക് ഭയങ്കര സന്തോഷമായി. അതായത് റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ നമ്മുടെ പിള്ളേരെ മൊത്തം അതിനകത്തുണ്ട്. അപ്പോ ബാക്കി കുട്ടികളോട് എന്തെങ്കിലും പറയാനുണ്ടോടാ? മാക്സിമം പഠിക്കുന്ന സമയം മാക്സിമം പഠിക്കുക, നന്നായിട്ട് പഠിക്കുക, അത്രേ ഉള്ളൂ മക്കളെ. അടുത്ത ഇതേപോലെ നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്യുക, നന്നായിട്ട് പഠിച്ചോ. ഇപ്പൊ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഒക്കെ പ്രിലിംസ് May 2 സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നന്നായിട്ട് അതിനു വേണ്ടി വർക്ക് ചെയ്തോ. ഇനിയും നിങ്ങളുടെ മുമ്പിൽ 13ഓളം ദിവസങ്ങളുണ്ട്. ആ ദിവസമൊക്കെ ഒരുപാട് ടോപ്പിക്കുകൾ നിങ്ങൾക്ക് തീർക്കാൻ പറ്റും. അടുത്തതിന്റെ മെയിൻസ് വരും. അങ്ങനെ അടുത്ത അതിന്റെ റിസൾട്ട് വരുമ്പോഴവിടെ നിങ്ങളാണ് ആ റാങ്ക് ലിസ്റ്റിനകത്ത് ഫുള്ള് വരേണ്ടത്. എഫേർട്ട് എന്നൊരു സാധനം കൊടുത്തുകൊണ്ടിരിക്കുക. ഒരു ദിവസം നമുക്ക് ഇതിന്റെ റിസൾട്ട് കിട്ടിയിരിക്കും, ഷുവറാണ്. അപ്പോൾ